ഇന്ന് ശരിക്കും വളരെ വിദൂരത്തുനിന്ന് പാസ്പോർട്ടും വിസയും ഒക്കെ ആയിട്ട് ഒരാൾ എന്നെ കാണാൻ വന്നു. ഈ പിസ്തയാണ് കഥയെ. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ അന്ന് നോക്കി ഒരു താമര വിരിഞ്ഞ് നിൽക്കുന്ന മാതിരി നിൽക്കുന്നു, നല്ല ബ്യൂട്ടിഫുള്ളായിട്ട്. അതിനകത്ത് സേഫായിട്ട് അതിൻ്റെ കാമ്പിരിക്കുന്നു. നമുക്കതിനെ പൊട്ടിച്ചാൽ മാത്രമേ നമുക്കത് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കഴിക്കാൻ പറ്റുന്ന പരുവത്തിലേക്ക് വരണമെങ്കിൽ നമ്മൾ പൊട്ടിച്ചെടുക്കണം. അപ്പോൾ പൊട്ടിക്കുന്നതിൽ പിസ്ത പൊട്ടിക്കുന്നതിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, കാരണം അതിൻ്റെ കാമ്പ് കാണുമ്പോൾ കഴിക്കാനുള്ളൊരു സന്തോഷം. അത് ബുദ്ധിമുട്ടിയല്ല നമ്മൾ പൊട്ടിക്കുന്നത്. അങ്ങനെ ഇതിങ്ങനെ കഴിച്ചിരുന്നപ്പോഴാണ് ഞാൻ ഓർത്തത്, ഈ പിസ്ത പറഞ്ഞു തരുന്നൊരു കഥയുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളിതിങ്ങനെ പൊട്ടിക്കാനായിട്ട് ഭയങ്കര കട്ടിയുള്ള തോടിനകത്ത് പ്രകൃതി അതിനെ രഹസ്യമാക്കി ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ തോടെന്നാൽ നമുക്ക് പൊട്ടിക്കുകയും ചെയ്യാം. നമ്മളത് മെല്ലെ പൊട്ടിച്ചെടുത്ത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം ഞാൻ ആലോചിക്കുന്നത്. നമ്മുടെ പ്രശ്നങ്ങൾ ഇങ്ങനല്ലേ, അതിന് കട്ടിയുള്ള പുറന്തോടുണ്ടാവും, പക്ഷെ നമ്മൾക്കതിനകത്ത് അത് കഴിക്കാനുള്ളൊരു രസമുണ്ടായാൽ ആ പുറന്തോട് പ്രശ്നമേ അല്ല, അത് നമുക്കെടുത്ത് ദൂരെ കളയാൻ പറ്റും. ചില സമയങ്ങളിൽ അതൊരു രസമാണ്, നമുക്ക് കുറിക്കുന്ന മാതിരി കുറിച്ചു കൊണ്ടേയിരിക്കാം. ഇപ്പം ചെറിയൊരു മഴയും കൂടെ ഒക്കെ ഉള്ളപ്പോൾ രസമായിരിക്കും. ഞാൻ കഴിച്ചപ്പോഴാണ് ശ്രദ്ധിച്ചത്, ഈ കട്ടിയുള്ള പുറന്തോടിനകത്ത് ഇതിൻ്റെ അകക്കാമ്പ് എത്ര സുരക്ഷിതമാണ്. അപ്പോൾ പ്രശ്നങ്ങൾ പുറമേയൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ എത്രമാത്രം പ്രകൃതി അങ്ങനെ സംരക്ഷിക്കണമെന്ന് ആലോചിക്കുക. പക്ഷെ ചില സമയത്ത് ഞാൻ നോക്കിയപ്പോൾ പുറന്തോടുണ്ട്, പക്ഷെ അതിനകത്ത് ആ ഒരു ചെറിയ കീറൽ അതില്ലെന്നേ. ഞാൻ കഷ്ടപ്പെട്ട് ആണത് പൊട്ടിച്ചെടുത്തത്. വീണ്ടും അത് കഴിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു രസം തോന്നി, കാരണം ഈ പൊട്ടിയിരിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി രസം ഈ പൊട്ടാനിരിക്കുന്നതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് കട്ടിയുള്ള തോടിനകത്തിരിക്കുന്നതാണ്. പിന്നെ അതിനകത്തേക്കൊരു ക്രേസായി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഏത് പൊട്ടാത്ത തോട് പൊട്ടിച്ചുകൊണ്ട് അതിൻ്റെ അകക്കാമ്പ് എടുക്കാനുള്ളൊരു ശീലം എനിക്ക് കിട്ടി. വളരെ വൈകിയാണ് ഞാൻ മനസ്സിലാക്കിയത്, ഒരുപാട് കാലം ഞാൻ പുഷപ്പൊക്കെ എടുത്ത് വിരലുകൾ കട്ടിയാക്കാൻ ഉപയോഗിച്ച വിദ്യ വളരെ സിമ്പിളായിട്ട് ഈ പിസ്തയിലൂടെ കിട്ടി കിട്ടും. അപ്പം നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ, കഴിക്കാൻ ബുദ്ധിമുട്ടുമ്പോഴൊക്കെ അല്ലെ വിഷമിച്ച് അതിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്നൊക്കെ നമ്മൾ തൃണവത്ഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ചില സ്കില്ലുകൾ നമ്മളിലേക്ക് അറിയാതെ വരും. അതുകൊണ്ട് പ്രശ്നങ്ങളെ ഉപേക്ഷിക്കേണ്ട, ഉപയോഗിച്ച് വശത്താക്കിയാൽ മതി. പിസ്തയുടെ ഒരു രസേ, അവൻ തന്ന പാടാലോചിച്ച് നോക്കിയേ, അതും ദൂരത്ത് നിന്ന് പാസ്പോർട്ടും വിസയും ഒക്കെ ആയിട്ട്. എങ്ങനെയുണ്ട് കഥ?